എനിക്കെന്തോ ഉറപ്പായിട്ടും ഇത് സാഹിത്യയുടെ പണിയാണെന്ന് നല്ല ഡൗട്ട് ഉണ്ടല്ലേ. ഇതിന്റെ എല്ലാം പിന്നിൽ അവള് തന്നെയാ. നമുക്ക് അവളെ ഇഷ്ടമല്ലെന്ന് കരുതി എങ്ങനെ അവളെ കുറ്റം പറയാൻ പറ്റും വിക്കി? വെറുതെ പഴിചാരല്ല, അവളാ ഇതിനെല്ലാത്തിനും കാരണം. ഞാൻ പ്രൂഫ് വേണമെങ്കിൽ തരാം. പ്രൂഫോ? എന്ത് പ്രൂഫ്? അമൂല്യയുടെ ഡ്രോയറിലെ സാമ്പിൾ ഫിംഗർ പ്രിന്റ്സ് എല്ലാം ഞാൻ ലാബിൽ അയച്ചിട്ടുണ്ട്. ഉടനെ തന്നെ റിപ്പോർട്ട്സ് എല്ലാം വരും. ബട്ട് അതില് അവളുടെ ഫിംഗർ പ്രിന്റ് എങ്ങനെ വരാനാ വിക്കി? എങ്ങനെയെന്ന് വെച്ചാ, നമ്മൾ ആരുമില്ലാത്ത സമയത്ത് സാഹിത്യമായിരിക്കും ആ പൈസ ഡ്രോയറിനകത്തേക്ക് വെച്ചിട്ടുണ്ടാവും. എനിക്കൊരു ഡൗട്ട്. ഹലോ, ഫിംഗർ പ്രിന്റ് മാച്ച് ആവുന്നുണ്ടോ? യെസ് സർ, നിങ്ങളുടെ തോന്നൽ ശരിയായിരുന്നു. നിങ്ങൾ അയച്ചു തന്ന സാഹിത്യയുടെ ഫിംഗർ പ്രിന്റും ഡ്രോയറിലുണ്ടായിരുന്ന ഫിംഗർ പ്രിന്റും മാച്ച് ആവുന്നുണ്ട്. വാട്ട്? വന്നത് ശരിക്കും IT ഓഫീസേഴ്സ് ആയിരുന്നെങ്കിൽ കൂടെ പോലീസും ഉണ്ടായിരുന്നേ. പ്രതികൾ ആരായിരുന്നാലും പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തേനെ. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ. സുഹാസിനിക്ക് സംസാരിക്കാൻ സമയം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ IT ഓഫീസേഴ്സ് ആകാൻ സാധ്യതയില്ല. എങ്ങനെയാ മിസ്സായത്? പാവം അമൂല്യ. ഇതെല്ലാം സുഹാസിനിയുടെ പ്ലാനാ. ഒരു കാരണവശാലും അമൂല്യ വിഷമിക്കാൻ പാടില്ല. ഞാനിനി എന്തെങ്കിലും ചെയ്തേ പറ്റൂ. സുഹാസിനി അമൂല്യക്ക് പ്രശ്നം ഉണ്ടാക്കാൻ ഓഫീസിലേക്ക് വന്നത്. ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല. എങ്ങോട്ടേക്കായിരിക്കും ഇവര് പോയത്? വേദാന്ത് ഓസ്ട്രേലിയക്ക് പോകുന്നതിന് മുമ്പേ ഇതാരെങ്കിലും മോഷ്ടിച്ചതാവോ? വാച്ച് ചിലപ്പോൾ മോഷ്ടിക്കാൻ പറ്റും, പക്ഷെ ഈ ബ്ലേസർ എങ്ങനെ മോഷ്ടിച്ചോണ്ട് പോവാനാ? എന്തോ എല്ലാത്തിലും കൺഫ്യൂഷൻ ആണല്ലോ. ചിന്തിക്കുമ്പോ വീണ്ടും വീണ്ടും ഡൗട്ട് കൂടുന്നതല്ലാതെ ഒരു ഉത്തരം കിട്ടുന്നില്ലല്ലോ. ഇവൻ എന്തിനാ ഈ ഫോൺ എപ്പോഴും ഓഫ് ചെയ്ത് വെക്കുന്നേ? ചില സമയത്തൊക്കെ ഇങ്ങനെ ഓഫ് എന്നാ പറയുന്നത്, ചില സമയത്ത് ട്രൈ ചെയ്യുമ്പോ കണക്ട് ആവുന്നുണ്ട്. ഇനിയിപ്പോ ഓസ്ട്രേലിയയിലായതുകൊണ്ടാണോ? സുമേഷ്, കൊറേ വിഷമൊക്കെ വരുമ്പോ ഏതെങ്കിലും രണ്ട് പാട്ടൊക്കെ കേട്ട് ആ വിഷമങ്ങ് മാറ്റിയ പോരെ? നമ്മുടെ ജെയിംസ് ജോൺ ജഗദീഷ് ചേട്ടനും ഇങ്ങനെ തന്നെ ചെയ്യാറ്. നിങ്ങൾ അദ്ദേഹം സഹായിക്കും. എടാ, നിനക്കൊക്കെ ഇത് ജോലി, എനിക്ക് എന്റെ ജീവിതം. എന്റെ ബാല്യകാല സഖി എങ്ങനെയാണെന്ന് എനിക്കറിയാൻ എത്ര കാലങ്ങളായി ഞാൻ തപസ് ചെയ്യുന്നു അറിയോ? അതൊക്കെ റിയൽ ആവേണ്ട സമയം വന്നു കഴിഞ്ഞു. അങ്ങോട്ട് നോക്കിയേ, നമ്മുടെ ജഗദീഷ് ചേട്ടൻ വന്നു കഴിഞ്ഞു. ആ സുമേഷേ, ഇതാണ് നിന്റെ പെണ്ണ്. നിന്റെ ജാതകത്തിന് ഒത്തു ചേർന്ന പെങ്കൊച്ച. ഇതിനി മിസ്സാൻ പോണെന്നില്ല. അതാ പിടിക്ക്. ജെയിംസ് ബോണ്ട് ജഗദീഷേ, നിങ്ങൾ ജനിച്ചുകൊണ്ടൊരു ഗുണം ഉണ്ടായത് ഇപ്പഴാ. ഇവളുടെ മുഖലക്ഷണം കണ്ടാൽ തന്നെ അറിയാം ഇവളാണ് എന്റെ മീനാക്ഷി എന്ന്. ഇത് കറക്റ്റ് സ്കെച്ചാ. താങ്ക്സ് ജഗദീഷേ. ജെയിംസ് ബോണ്ട് ജഗദീഷേ. ഞാനൊന്ന് നോക്കട്ടെ. ഇവളോ? ഇവള് മീനാക്ഷി. അവൻ ഒരു ചാൻസും ഇല്ല.
ഇവള് ഒരു സെലിബ്രിറ്റി അല്ല, ഒരു സിനിമാ നടിയല്ല. ഹോളിവുഡ്, മോളിവുഡ്, ടോളിവുഡിൽ ഒന്നും ഇവളില്ല. അതുപോട്ടെ ബംഗാളി, ബീഹാറി, ഭോജ്പൂരിൽ എവിടെ ഇവളില്ല. അതുകൊണ്ട് ഇവള് തന്നെയാണ് എന്റെ മീനാക്ഷി. ഇവള് മീനാക്ഷി ഒന്നല്ല സുമേഷ് ചേട്ടാ, ബിന്ദുവാ. എന്ത് ബിന്ദുവാ? ഏത് ബിന്ദുവാടാ? ഇവളോ അന്നപൂർണ കോളേജിലെ ഒരു ഋഷി സാറിന് അറിയില്ലേ? ആ ഉണ്ടായിരിക്കും. അയാളുടെ ലവർ കമലയില്ലേ? ആ ശരി ശരി. ആ കമലയുടെ കൂട്ടുകാരി ബിന്ദുവാണ് ഈ ഫോട്ടോയിലുള്ളത്. ഇവൾ എന്റെ കടയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളതാ, പാനിപ്പൂരി കഴിക്കാനാ. ഇവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോകണം, വരാൻ പറ്റുമോ? ഞാൻ മാസ്ക് വെച്ച എന്തായാലും നന്നായി. ഇയാൾക്ക് എന്നെ മനസ്സിലായിട്ടില്ല. അതിനെന്താ കേറിക്കോ. എന്തൊരു ജോലിയാ നമ്മുടെ. ആ സ്ത്രീ ഉണ്ടല്ല, ജോലി നന്നായിട്ട് ചെയ്താലും കാശും മര്യാദക്ക് തരില്ല, ഒരു നന്ദി പറച്ചിലും പോലുമില്ല. പണക്കാരൊക്കെ എങ്ങനെയാ? നമ്മളെ ആവശ്യമുള്ളപ്പോ വിളിക്കും, അത് കഴിഞ്ഞാ പിന്നെ കരിവേപ്പില. അവര് പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്താലും കിട്ടുന്ന നക്കാപ്പിച്ചേ. സാറേ, നിങ്ങൾ എന്ത് ജോലിയാ ചെയ്യുന്നേ? നീയുണ്ടല്ലോ, നിന്റെ പണി നോക്കിയാ മതി. വണ്ടി നിർത്ത്. ഇനി പോവാൻ നോക്ക്. ഇതെത്ര നേരോടെ പോയിട്ട്? നിങ്ങൾ ആർക്കും അങ്ങനെ സംശയം തോന്നില്ലല്ലോ അല്ലേ? ഇവനാരായിരിക്കും? ഒരു പക്ഷെ നീ പറഞ്ഞതുപോലെ സാഹിത്യ തന്നെ ഡ്രോയറിൽ കാശ് വെച്ചതായിരുന്നെങ്കിലോ, അതിൽ ഷെയർ പോലും സെയിലായിട്ടുണ്ടായില്ല. ഇത്രയൊക്കെ ചെയ്ത അവൾക്ക് കുറച്ച് കാശ് വെക്കാനാണോ പാട്? വച്ചിരിക്കാമെന്ന് തന്നെ നമുക്ക് കരുതാം. പക്ഷെ അതിന് അമൂല്യയുടെ സിഗ്നേച്ചർ വേണമല്ലോ വിക്കി. അങ്ങനെയാണെങ്കിൽ ആ സിഗ്നേച്ചർ അവിടെ എങ്ങനെ വന്നു? യെസ്, അതിലും ഒരു പോയിന്റ് ഉണ്ട്. എന്തോ ഒരു കളി നടന്നിട്ടുണ്ട് വിക്കി. വളരെ ബുദ്ധി ഉപയോഗിച്ച് ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വെള്ളപ്പാറ്റി ഇന്നലെ അമൂല്യയുടെ അസിസ്റ്റന്റ് ആയിട്ട് അവിടെ നടന്നതാ. ആ ഗ്യാപ്പിൽ അവൾ ഇതെല്ലാം ഒപ്പിച്ചു വെച്ചത്. അത് ശരിയാ, സംഭവിച്ചു. എന്നാൽ അമൂല്യെ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുത്താമെന്ന് മനസ്സിലാവുന്നില്ല. ആ സാഹിത്യം ഉണ്ടല്ലോ, അവള് കാരണം ഇതെല്ലാം സംഭവിച്ചു. എനിക്കിപ്പോ വരുന്ന ദേഷ്യത്തിന് അവളുടെ കഴുത്ത് ഞെരിച്ച്. കമോൺ വിക്കി, അവളെ വഴക്ക് പറയുന്നതിൽ ഒരു കാര്യവുമില്ല. അളിയ, ഞാൻ അവളെ വെറുതെ വിടില്ല. അവള് ഞാൻ വിചാരിച്ച പോലെ അത്ര സിമ്പിളായ ആളല്ല. അവള് സംസാരിക്കുമ്പോഴൊക്കെ വേദാന്ത് തിരിച്ചു വന്നാലല്ലേ എന്നുള്ള രീതിയിലാണ് സംസാരിച്ചേ. ശ്രദ്ധിച്ചായിരുന്നു? അത് ശരിയാ, ആ ടോൺ വളരെ ഇറിറ്റേറ്റിംഗ് ആയിരുന്നു. അത് തന്നെ. എനിക്ക് തോന്നുന്നത് ഇവളായിരിക്കും ചേട്ടൻ എന്തെങ്കിലും. നോനോ, വേദാന്ത് ഒരുപാട് സ്ട്രോങ് ആയ വ്യക്തിയാ.
ഈ ഓലപ്പാമ്പിനൊന്നും കണ്ട് ഭയക്കില്ല. ആദ്യം ഈ പ്രശ്നത്തിൽ നിന്ന് അമൂല്യ എങ്ങനെ രക്ഷപ്പെടുത്താമെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതെളിയാ. അമ്മോ അമ്മോ, എത്ര വിളിച്ചാലും കേൾക്കില്ല. എന്ത് ചെയ്യുവാണോ എന്തോ. ഏയ് അമ്മു, അമ്മു അമ്മു, നമുക്ക് ആ ഓർഡർ തന്നില്ലേ, അവരാ കാശ് മുഴുവൻ തന്നു. അവർക്ക് നമ്മുടെ കാറ്ററിംഗ് ഇഷ്ടമായെന്ന് പറഞ്ഞു. ഓ ആണോ? ചെറിയ പണമൊന്നുമല്ല മോളെ, ഏകദേശം 15,000 രൂപയോളം ഉണ്ട്. ശരി. അച്ഛന് കടം വീട്ടാൻ വേണ്ടി ഞാൻ ആ പണം കൊടുത്തപ്പോഴേ അച്ഛനത് വാങ്ങിയതുപോലും ഇല്ല. ശരി അമ്മേ. ഒരുപക്ഷെ നമുക്ക് കടമൊന്നും ഇല്ലായിരുന്നെങ്കിൽ 1 ഗ്രാമിന്റെ സ്വർണ്ണമെങ്കിലും വാങ്ങിക്കായിരുന്നു. അമ്മു, എന്താ നീ വല്ലാതിരിക്കുന്നേ? അങ്ങനെയൊന്നുമില്ലമ്മേ. അങ്ങനെയൊന്നുമില്ലെന്ന് നീ വെറുതെ പറയാന്ന് എനിക്കറിയാം. നിന്റെ മനസ്സ് മറ്റെവിടെയോ ആണല്ലേ. ഞാൻ ഓരോന്ന് പറയുന്ന കേൾക്കാതെ നീ എവിടെയോ ചിന്തിച്ചോണ്ട് നിൽക്കുക. വെറും ഇത് മാത്രമേ ഉള്ളൂ. അത് ജോലിയുടെ പ്രഷറാണമ്മേ. ഞാൻ വേറെ എന്തോ കാര്യം ആലോചിക്കായിരുന്നു. എന്റെ മോള് ഒരുപാട് ആലോചിക്കണ്ട കേട്ടോ. ഞാൻ ഇച്ചിരി കട്ടൻ കാപ്പി കൊണ്ടുവരാം. അയ്യോ, വീടാകെ ചോരുവാണല്ലോ. എന്തു പറ്റി നിനക്ക്? ഈ വീട്ടിൽ ഓരോരുത്തരും ഓരോ രീതിയിലാണല്ലോ ദൈവമേ. എന്റെ ഗതികേട് നോക്ക്. മഴയോട് മഴ. ഇനി ഈ മഴക്കാലത്ത് ഞാൻ ഇതും ശരിയാക്കാൻ പോകണം. കഷ്ടപ്പാട് നോക്കണേ. ഒരു മിനിറ്റ്. എടാ വൈശാഖേ, എനിക്കിപ്പോ ഒരു ഹെൽപ്പ് വേണം. പറയൂ വിക്രാന്ത്, സുഖല്ലേ നിനക്ക്? ഒരു കാര്യം ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ട് പോകുന്നുണ്ട്. പക്ഷെ ഞാനിപ്പോ ഹെൽപ്പ് ചോദിക്കുന്നത് ആ ഒരൊറ്റ കാര്യത്തിന് വേണ്ടിട്ടാ. നീ പറഞ്ഞോ, എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്തു. നിന്നെ കൊണ്ട് പറ്റുമോ പറ്റില്ലയോ, പക്ഷെ നീ എന്തായാലും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തേ പറ്റുള്ളൂ. ശരിയടാ, നീ പറഞ്ഞോ, ഞാൻ ചെയ്തോളാം. എന്റെ ചേട്ടൻ ഇന്ത്യൻ നെറ്റ്വർക്കുള്ള ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടിരിക്കുകയാണ്. അപ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അത് എവിടെ വെച്ചാണ് സ്വിച്ച് ഓഫ് ആയെന്നുള്ള കാര്യം ഒന്ന് കണ്ടുപിടിച്ചു തരും. എന്താടാ, എന്താ പറ്റി? ചേട്ടൻ മിസ്സിംഗ് ആണോ? ചേച്ചി അങ്ങനെയൊന്നും ഇല്ലടാ. സംഭവിച്ച കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ നിനക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞോളാം. എന്നെ ഒന്ന് വിശ്വസിച്ചിട്ട് ഈ ഒരു കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യടാ. റീസൺ ആവശ്യമാടാ. എന്റെ ചേട്ടൻ യൂസ് ചെയ്യുന്ന നെറ്റ്വർക്ക് നീ ഇപ്പൊ വർക്ക് ചെയ്യുന്ന അതേ കമ്പനിയുടെ നെറ്റ്വർക്ക് തന്നെയാ. നീ എന്തെങ്കിലുമൊക്കെ റീസൺ കൊടുത്തിട്ടാണെങ്കിലും എന്നൊന്ന് ഹെൽപ്പ് ചെയ്യടാ. നീ ഇത്രത്തോളം കെഞ്ചേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ ട്രൈ ചെയ്തോളാം. അയ്യോ അളിയ, അളിയനെതിരെ പോയില്ലേ? അല്ല, നീ വരുന്നില്ലേ? ഞാൻ സാഹിത്യയുടെ നെറ്റ്വർക്ക് ഉപയോഗിച്ചിട്ട് അവള് പോയ ഏരിയക്കൊന്ന് ട്രേസ് ചെയ്യാൻ വേണ്ടി നോക്കൂ. അളിയൻ ഇറങ്ങിക്കോ, ഇല്ലെങ്കിൽ ആദ്യം ആകെ ടെൻഷൻ അടിക്കും. ശരിയല്ലേ, യു ടേക്ക് കെയർ. താങ്കൾ വിളിക്കാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ്. ദയവായി അല്പസമയം കഴിഞ്ഞ് വീണ്ടും ശ്രമിക്കുക. The number you are calling is currently switched off. Please try later. താങ്കൾ വിളിക്കാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ്. ദയവായി അല്പസമയം കഴിഞ്ഞ് വീണ്ടും ശ്രമിക്കുക. The number you are calling is currently switched off. Please try later. താങ്കൾ വിളിക്കാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ്. ദയവായി അല്പസമയം കഴിഞ്ഞ് വീണ്ടും ശ്രമിക്കുക. ഷാരിയെ പോലെ ആവണ്ടെന്നല്ലേ ആന്റി എന്നോട് പറഞ്ഞത്? ഇത് സാഹിത്യ. എനിക്കെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയും. ഞാൻ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്തതാ ആന്റി. പിന്നെ എങ്ങനെയാ പണം അമൂല്യയുടെ ഡ്രോയറിലെത്തിയത്? ആക്ച്വലി ഞാനത് വേദാന്തിന്റെ ക്യാബിനിൽ വെക്കാനാ ഉദ്ദേശിച്ചത് ആന്റി. പക്ഷെ ആ സുമേഷ് ആ റൂമിന്റെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുമായിരുന്നു. അതുകൊണ്ട് പറ്റിയില്ല. ശരി, നിന്റെ പ്ലാൻ വിജയിച്ചു എന്ന് കരുതി അങ്ങനെ സന്തോഷിക്കണം.